ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച വിങ്കാറോസിന് ഒരുപാട് തൈകൾ ഉണ്ടായത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പൂവ് ഓൾറെഡി ഉള്ളതാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ പൂ വിരിഞ്ഞ് അതിൻ്റെ കായ് വീണ് ഒരുപാട് തൈകൾ അതിൻ്റെ ചുവട്ടിൽ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തൈകളും മോശമായി പോവും. നമുക്കിവയെ ഇതിൽ നിന്ന് വലിയ തൈകൾ പറിച്ച് നമുക്ക് മാറ്റി നടാം. ഈ വിങ്കാറോസ് നാടൻ വിങ്കാറോസ് ആണെങ്കിൽ മഴയത്ത് നശിച്ചു പോകില്ല. പക്ഷേ ഹൈബ്രിഡ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെക്കുന്നതൊക്കെ ചിലപ്പോൾ മഴയത്ത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന വിങ്കാറോസ് ഒരു തൈ പോലും ഇല്ലാതെ എല്ലാം നശിച്ചു പോയതാണ്. അപ്പം അതുകൊണ്ട് വേനൽക്കാലത്ത് നിങ്ങൾ 1-2 വിത്തുകൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അഥവാ മഴയത്ത് പോയാലും മഴയെല്ലാം കഴിയുമ്പോൾ നമുക്കത് മുളപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൽ നിന്ന് മുഴുത്ത അല്ലെങ്കിൽ വലിയ 4 എണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 10 മണിയാണ് കഴിഞ്ഞ ദിവസം നട്ടത് കേട്ടോ. പ്രൂൺ ചെയ്ത് വിട്ടിട്ടും വേഗം മുളയെല്ലാം വന്ന് പൂവുണ്ടായി വന്നിട്ടുണ്ട്. ചെടിച്ചട്ടിയിലെ മണ്ണ് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടപ്പോൾ മണ്ണ് അധികം വന്നത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായി. പിന്നെ പോട്ടിങ് നിറയ്ക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ പണി തീർക്കാം. ഇതേപോലെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ച് വെക്കുകയാണെങ്കിൽ ചെടി നടലൊക്കെ എളുപ്പം കഴിയും കേട്ടോ. മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണാണേ. അപ്പോൾ അതിലേക്ക് നമ്മുടെ വിങ്കയുടെ തൈകൾ ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ചെടിച്ചട്ടിയിൽ വിങ്കയുടെ 2 തൈകളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അധികം വലുപ്പമൊന്നുമില്ല, 10 രൂപേൻ്റെ ചെടിച്ചട്ടിയാണ്. അപ്പം അതിൽ തൽക്കാലം നമ്മൾ ദീർഘകാലം നിൽക്കുന്നൊരു ചെടിയല്ലല്ലോ വിങ്കാറോസ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഈ ചട്ടി മതിയെന്ന് വിചാരിച്ചു. പിന്നെ പുതിയ തൈകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറ്റി നടുമല്ലോ. അപ്പം നട്ട ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. മഴയത്താണെങ്കിൽ കൂടിയും നട്ടാൽ നനയ്ക്കണം എന്നാണ് ചൊല്ല്. നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ തീർച്ചയായും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നട്ട ചെടികൾ വെയിലത്ത് ഡയറക്റ്റ് വെക്കരുത്. അത് വേര് പിടിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് വരെ ഏതെങ്കിലും തണലത്ത് സേഫായിട്ട് വെക്കണം. അപ്പം നമ്മുടെ മുറ്റത്തുള്ള തണലുള്ള സ്ഥലത്തേക്ക് ഞാൻ മാറ്റി നടുകയാണ്. എവിടെ തണൽ വെച്ചാലും ഇപ്പോഴത്തെ ചൂടിന് ഉണങ്ങി പോവും. അപ്പം അതുകൊണ്ടൊരു വള്ളിച്ചെടിയുണ്ട്, വെള്ളപ്പൂവുണ്ടാകുന്നൊരു വള്ളിച്ചെടിയുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ഒളിപ്പിച്ച് വെക്കുകയാണ്. ഒരു 3-4 ദിവസമെങ്കിലും നല്ല തണലത്തിരുന്നാൽ മാത്രമേ അത് വേര് പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത്രമാത്രം ചൂടാണിപ്പം. അപ്പം ഇതാകുമ്പം നല്ല തണലാണ്. ഈ ചെടീൻ്റെ ചപ്പിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അധികം ചൂട് ഏൽക്കില്ല. പ്രത്യേകിച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്ത മുറ്റാവുമ്പം അതിൽ ചൂട് തട്ടി അതിൻ്റെ ചൂട് സൈഡിലുള്ള ചെടികൾക്കെല്ലാം ഇലകൾക്കെല്ലാം നല്ല കരിച്ചിലാണേ. ഇത് നമ്മുടെ ബൊഗൈൻവില്ല. ഈ വേനൽക്കാലം തുടങ്ങിയ സമയത്ത് ഞാൻ നട്ട ഒരു കൊമ്പാണേ. കറ്റാവാഴയുടെ തണ്ടിൽ കുത്തിയിട്ടാണ് ഞാൻ നട്ടത്. പിടിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, പക്ഷെ പിടിച്ചു. കുറേ നാളെ ഇവരൊക്കെ തണലത്തിരിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ വെയിലത്തേക്ക് വെക്കേണ്ട സമയമായി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് കളഞ്ഞ തണ്ടുകൾ കുത്തിവെച്ചില്ലേ, 10 മണികൾ, അതാണ് കേട്ടോ. അവരും വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ വെയിലത്തോട്ട് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മുടെ കോളിയാസ്. ഈ ചെടി ഞാൻ വെയിലത്തോട്ട് എടുത്തു വെക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ കൈ തെന്നി അതെല്ലാം മറിഞ്ഞ് വീണു. വീണ്ടും അതെല്ലാം മണ്ണെല്ലാം വാരിക്കുത്തി ആദ്യം മുതലേ നടേണ്ടി വന്നു. പക്ഷേ ചുരുങ്ങിയ ദിവസം കൊണ്ട് നോക്കിക്കേ നന്നായി വേര് പിടിച്ചിട്ടുണ്ട് ഈ ചെടി കേട്ടോ. വേഗം വളരും. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല, സങ്കടമൊന്നും തോന്നിയില്ല. എങ്കിലും പണിയെടുക്കേണ്ടി വന്നതിലൊരു സങ്കടം മാത്രം. ഈ 10 മണി നമ്മൾ കഴിഞ്ഞ ദിവസം മുറിച്ച് കളഞ്ഞത് പ്രൂൺ ചെയ്ത് വിട്ടതിൻ്റെ മാറ്റി നട്ടതാണ്. ഇതെല്ലാം വേര് പിടിച്ച് മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇവരൊക്കെ ഉഷാറായി വരുന്നത്. 10 മണിയൊക്കെ വെറും 2-3 ദിവസം മതി വേര് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ ഞാൻ വെയിലത്തോട്ട് വെച്ചു. വെയിലത്തോട്ട് വെച്ചാലേ 10 മണിയിൽ നന്നായി പൂ ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മൾ ഒരു വെറൈറ്റി രീതിയിൽ നട്ട 10 മണി പ്രൂൺ ചെയ്തുകൊണ്ട് അത്യാവശ്യം ബുഷിയായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.